എല്ലാവർക്കും നമസ്കാരം. ജോഗ്രഫി ക്വസ്റ്റ്യൻ സെറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ ജോഗ്രഫി എന്ന വിഷയത്തിൽ 100 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 100 ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മുൻകാല ചോദ്യ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള PSC ചോദിച്ച ചോദ്യങ്ങളാണ് ഇന്ന് ജോഗ്രഫി സെഷനിലുള്ളത്. 100 ചോദ്യങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെയധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നത് ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ എന്തായാലും അതിൻ്റെ ഒരു എല്ലാം ഏകോപിപ്പിച്ചിട്ടാണ് ഇന്ന് വീഡിയോ കമ്പയർ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നേത്രാവതി നദിയുടെ തീരത്തുള്ള പട്ടണം ഏതാണ്? മംഗലാപുരമാണ്, മാംഗ്ലൂർ അല്ലേ? നേത്രാവതി നദിയുടെ തീരത്തുള്ള പട്ടണം എന്ന് പറയുന്നത് മാംഗ്ലൂരാണ്. ഇന്ത്യൻ പ്രാദേശിക സമയത്തിന് ഇന്ത്യൻ ലോക്കൽ സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ മെരിഡിയൻ കടന്നു പോകുന്ന സ്ഥലം അലഹബാദാണ്. അലഹബാദ്. 3. ന്യൂ ഡെൻമാർക്ക് എന്നറിയപ്പെടുന്ന ദ്വീപ സമൂഹം ആൻഡമാൻ ആൻഡ് നിക്കോബാറാണ്. ന്യൂ ഡെൻമാർക്ക് എന്നറിയപ്പെടുന്ന ദ്വീപ സമൂഹം ഏതാണ്? ഏത് ഐലൻഡ്സാണ് ന്യൂ ഡെൻമാർക്ക് എന്നറിയപ്പെടുന്നത്? ആൻഡമാൻ ആൻഡ് നിക്കോബാറാണ്. 4ാമത്തെ ചോദ്യം ഇന്ത്യയിലെ പ്രസിദ്ധ കണ്ടൽവനമായ സുന്ദർബൻ ഡെൽറ്റ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ഇതൊക്കെ അറിയാവുന്ന ചോദ്യങ്ങളാണ്, അതുകൊണ്ടാണ് വളരെ സ്പീഡിൽ പോകുന്നത്. ഇന്ത്യയിലെ പ്രസിദ്ധ കണ്ടൽവനം, അതായത് ഈ പറഞ്ഞ മാംഗ്രൂവ്സ്, സുന്ദർബൻ ഡെൽറ്റയാണ്. അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം വെസ്റ്റ് ബംഗാളാണ്, അറിയാം അല്ലേ? 5ാമത്തെ ചോദ്യം വംശനാശ ഭീഷണി നേരിടുന്ന കടുവകളെ സംരക്ഷിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് 1973 ആരംഭിച്ച പദ്ധതി പ്രൊജക്ട് ടൈഗറാണ്. ഇതിൻ്റെ കൂടെ ഒരു ചോദ്യം കൂടെ ഞാൻ പറയാം. ഇതിപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? വംശനാശ ഭീഷണി ആ സമയത്ത് നേരിടുന്ന കടുവകളെ സംരക്ഷിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് 1973 ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്ട് ടൈഗർ അല്ലേ? അപ്പോൾ ഏപ്രിൽ 1, 2023 സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മൃഗസംരക്ഷണ പദ്ധതി ഏതാണ്? പ്രൊജക്ട് ടൈഗറാണ്. 50 വർഷത്തെ കംപ്ലീഷൻ പ്രൊജക്ട് ടൈഗർ. 6ാമത്തെ ചോദ്യം സുഖവാസ കേന്ദ്രമായ മൗണ്ട് അബു പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിലാണ്? ആരവലി ഹിൽസ് അല്ലേ? ആരവലി ഹിൽസിലാണ് സുഖവാസ കേന്ദ്രമായ മൗണ്ട് അബു പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ആരവലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഗുരുശിഖറാണ്. ഗുരുശിഖർ. ആരവലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗുരുശിഖറാണ്. ഗുരുശിഖർ. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വത ഏതാണ്? ബാരനാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻഡമാനിലാണ്. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം ബാരനാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻഡമാനിലാണ്. 9ാമത്തെ ചോദ്യം ഹിമാലയത്തിൻ്റെ നട്ടെൽ എന്ന് വിശേഷിപ്പിക്കുന്ന പർവ്വതനിര ഏതാണ്? ഹിമാദ്രിയാണ്. ഹിമാദ്രി. ഹിമാലയത്തിൻ്റെ നട്ടെൽ എന്ന് വിശേഷിപ്പിക്കുന്ന പർവ്വതനിര ഹിമാദ്രിയാണ്. ഇന്നർ ഹിമാലയ എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ഹിമാദ്രിയാണ്. ഇന്നർ ഹിമാലയാസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹിമാദ്രിയാണ്. തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന കോൾഡ് ഡെസേർട്ട് എന്നറിയപ്പെടുന്നത് ഏതാണ്? ലഡാക്കാണ്. ലഡാക്ക്. 12ാമത്തെ ചോദ്യം താജ്മഹൽ സ്ഥിതി ചെയ്തത് ഏത് നദിയുടെ തീരത്താണ്? ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. യമുനയുടെ നദീതീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. 13 പ്രശസ്തമായ കേദാർനാഥ് ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ് പ്രശസ്തമായ കേദാർനാഥ് ക്ഷേത്രം. ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ്? ലൂ ആണ് അല്ലേ? ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ലൂ ആണ്. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. പിറ്റി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലക്ഷദ്വീപിലാണ്. പിറ്റി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ലക്ഷദ്വീപിലാണ്. ലക്ഷദ്വീപ്. ഇന്ത്യയിലെ സ്വകാര്യവത്കരിക്കപ്പെട്ട നദി ഏതാണ്? ഷിയോനാഥാണ്. ഇന്ത്യയിലെ സ്വകാര്യവത്കരിക്കപ്പെട്ട പ്രൈവറ്റൈസ് ചെയ്ത നദി ഏതാണ്? ഷിയോനാഥ്. ഡക്കാനിൻ്റെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? പൂനെയാണ്. ഡക്കാനിൻ്റെ റാണി പൂനെ. 19ാമത്തെ ചോദ്യം വേനൽക്കാലത്ത് പശ്ചിമ ബംഗാളിൽ വീശുന്ന വരണ്ട കാറ്റ് ഏത്? വേനൽക്കാലത്ത് പശ്ചിമ ബംഗാളിൽ വീശുന്ന വരണ്ട കാറ്റ് കാൽബൈസാക്കിയാണ്. കാൽബൈസാക്കി. 20 തെക്കേ ഇന്ത്യയിൽ കാണപ്പെട്ട ഒരു ഭൂപ്രകൃതി, കാണപ്പെടാത്തൊരു ഭൂപ്രകൃതി എന്ന് പറയുന്നത് മരുഭൂമിയാണ്. തെക്കേ ഇന്ത്യയിൽ മരുഭൂമി ഉണ്ടോ? ഇല്ല. തെക്കേ ഇന്ത്യയിൽ കാണപ്പെടാത്തൊരു ഭൂപ്രകൃതി മരുഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഥാർ മരുഭൂമിയാണ്. ഥാർ. 22ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപമുള്ള സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപം മിനറൽ ഡെപ്പോസിറ്റ് ഉള്ള സംസ്ഥാനം ജാർഖണ്ഡാണ്. 23 കറണ്ട് അഫയേഴ്സാണ്. ഇതിനിടെ ലിത്തിയം നിക്ഷേപം വൻതോതിൽ കണ്ടെത്തിയത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് ഇതിനിടെ ലിത്തിയം നിക്ഷേപം വൻതോതിൽ കണ്ടെത്തിയത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ബാറ്ററീസും മറ്റും ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണ്? ഏത് സാധനത്തിൽ നിന്നാണ്? ഈ ലിത്തിയത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അതിൻ്റെ നിക്ഷേപം ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെയൊക്കെ കാര്യത്തിൽ നമുക്കൊരു ഒരു ഡൊമസ്റ്റിക് പ്രൊഡക്ഷനൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ് ഈ ലിത്തിയം റിസർവിൻ്റെ അല്ലെങ്കിൽ നിക്ഷേപത്തിൻ്റെ
കണ്ടെത്തലെന്ന് പറയുന്നത് ഇന്ത്യയിൽ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ്, ഓർത്ത് വെക്കണം. ഇതിനിടെ ലിത്യം നിക്ഷേപം വൻതോതിൽ കണ്ടെത്തിയത് ജമ്മു കാശ്മീരിലാണ്. 24 ഛാരിയ കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? ധൻബാദാണ്. ഛാരിയ കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്നത് ധൻബാദ്. 25ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം എക്കൽ മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്. ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ഥാർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണിയാണ്. ഥാർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണി. തർക്കരഹിത ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കഞ്ചൻജംഗയാണ്. തർക്കരഹിത എന്ന് പറഞ്ഞാൽ ഡിസ്പ്യൂട്ടഡ് അല്ലാത്തത്. ഇപ്പം അക്സൈ ചിഹ്നം എന്ന് പറയുന്ന സ്ഥലം ഡിസ്പ്യൂട്ടഡ് ആണ്. പാകിസ്ഥാൻ ഒക്യുപൈഡ് കാശ്മീർ ഡിസ്പ്യൂട്ടഡ് ആണ്. അപ്പോൾ അതല്ലാത്ത ജമ്മു കാശ്മീറും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയൊക്കെ ഏതാണ്? തർക്കരഹിത ഇന്ത്യൻ ഭൂപ്രദേശമാണ്. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അപ്പോൾ ആ തർക്കരഹിത ഇന്ത്യൻ ഭൂപ്രദേശത്തെ കഞ്ചൻജംഗയാണ്. ടീസ്റ്റ എന്ന നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് ടീസ്റ്റ. 30ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് മധ്യപ്രദേശ്. കാവേരി നദിയുടെ ഉത്ഭവം പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരിയാണ്. കാവേരി നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് എവിടെയാണ്? ബ്രഹ്മഗിരിയാണ്. 32 ഇന്ത്യയിലെ ഗ്രാൻഡ് ഡാം സ്ഥിതി ചെയ്യുന്ന നദി കാവേരിയാണ്. ഇന്ത്യയിലെ ഗ്രാൻഡ് ഡാം സ്ഥിതി ചെയ്യുന്ന നദി കാവേരി. പ്രസിദ്ധമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ശരാവതി. കേട്ടോ, ശരാവതി. പ്രസിദ്ധമായ ജോഗ് വെള്ളച്ചാട്ടം ശരാവതിയിലാണ്. 34ാമത്തെ ചോദ്യം, ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. ഹിരാക്കുഡ് നദീതട പദ്ധതി ഒഡീഷയിലാണ്. നൈനിറ്റാൾ സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്ത്? ഉത്തരാഖണ്ഡിലാണ്. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. നൈനിറ്റാൾ സുഖവാസ കേന്ദ്രം ഉത്തരാഖണ്ഡിലാണ്. ഗിർന നദി പോഷക നദിയായിട്ടുള്ള ഉപദ്വീപീയ നദി ഏതാണ്? ഗിർന നദി പോഷക നദിയായിട്ടുള്ള ഉപദ്വീപീയ നദി എന്ന് പറയുന്നത് താപ്തിയാണ്. താപ്തി. 37 ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശം ഏതാണ്? ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശം എന്ന് പറയുന്നത് ഡെക്കാൻ പ്ലാറ്റാണ്. ഡെക്കാൻ പ്ലാറ്റ്. 38ാമത്തെ ചോദ്യം, ഹിമാനികളുടെ പ്രവർത്തന ഫലമായി പർവ്വത ഭാഗങ്ങൾക്ക് തേയ്മാനം സംഭവിച്ചുണ്ടാവുന്നവയാണ് സിർക്കുകൾ. സിർക്കുകളാണ് ഉത്തരം. 39ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. 40 വാരണാസി ഏത് നദീതീരത്താണ്? ഗംഗയുടെ തീരത്താണ് വാരണാസി. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പൊതുവേ ഇപ്പോഴത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുമായിട്ട് ഒത്തു നിൽക്കുന്നതല്ലെങ്കിലും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 10th ലെവൽ മെയിൻസ് പോലുള്ള പരീക്ഷകളിൽ ചിലപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ വന്നേക്കാം. കാരണം ഒരു ഗുഡ് എമൗണ്ട് ഓഫ് പ്രൊപ്പോർഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാണെങ്കിലും അല്ലാത്ത ചോദ്യങ്ങളും വരാനുള്ള സാധ്യത, കാരണം അല്ലാത്തതുമായിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അതിനുവേണ്ടിയാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 41ാമത്തെ ചോദ്യം, ഷിപ്കില ചുരം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഹിമാചൽ പ്രദേശിലാണ് ഷിപ്കില ചുരം സ്ഥിതി ചെയ്യുന്നത്. നാതുല ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ ഏരിയാസാണ്? സിക്കിമും ടിബറ്റും. സിക്കിം ടിബറ്റാണ് നാതുല. സിന്ധു നദിയുടെ ഏറ്റവും ചെറിയ പോഷക നദി ട്രിബ്യൂട്ടറി ഏതാണ്? ബിയാസാണ്. സിന്ധു നദിയുടെ ഏറ്റവും ചെറിയ പോഷക നദി എന്ന് പറയുന്നത് ബിയാസാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുയുടെ പോഷക നദി ബിയാസാണ്. ഏറ്റവും ചെറിയ പോഷക നദി സിന്ധുവിൻ്റെ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബിയാസാണ്. അതുപോലെ തന്നെ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ബിയാസാണ്. ഹിമാദ്രി എന്ന പര്യവേഷണ കേന്ദ്രം ഭൂമിയുടെ ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്? ഹിമാദ്രി എന്ന പര്യവേഷണ കേന്ദ്രം ഭൂമിയുടെ ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്? ആർട്ടിക് പ്രദേശമാണ്. അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച ഗവേഷണ കേന്ദ്രം ദക്ഷിണ ഗംഗോത്രി മൈത്രി ഭാരതി. അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച ഗവേഷണ കേന്ദ്രം ഏതാണ്? ദക്ഷിണ ഗംഗോത്രി മൈത്രി ഭാരതി. ഇന്ത്യയിൽ പൂർവ്വതീര സമതലത്തിൻ്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്നത് കോറമണ്ടൽ കോസ്റ്റാണ്. ഭീമ എന്നത് ഏത് നദിയുടെ പോഷക നദിയാണ്? കൃഷ്ണ. ഓർത്ത് വെക്കണേ, റിപ്പീറ്റഡ് ചോദ്യമാണ്. ഭീമ എന്നത് ഏത് നദിയുടെ പോഷക നദിയാണ്? കൃഷ്ണ. ബക്രാനങ്കൽ ഡാം നിർമ്മിച്ചിട്ടുള്ളത് ഏത് നദിയുടെ കുറുകെയാണ്? സത്ലജാണ്. സത്ലജ് ഏതിൻ്റെ ട്രിബ്യൂട്ടറിയാണ്? ഇൻഡസിൻ്റെ അല്ലെങ്കിൽ സിന്ധുവിൻ്റെ ട്രിബ്യൂട്ടറിയാണ് സത്ലജ്. ബക്രാനങ്കൽ ഡാം നിർമ്മിച്ചിട്ടുള്ളത് ഏത് നദിയുടെ കുറുകെയാണ്? 50 ചോദ്യം കഴിഞ്ഞിരിക്കുകയാണ്. ഒക്കെ റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത് പരീക്ഷകളിൽ ഇത് സംബന്ധിച്ചതോ ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്.
51-ാമത്തെ ചോദ്യം, പ്രാചീന കാലത്ത് ലൗഹിത്യ എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്രയാണ്. പ്രാചീന കാലത്ത് ലൗഹിത്യ എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര. ഹിമാലയൻ നദികളിൽ പുരുഷനാമധേയമുള്ള നദി ബ്രഹ്മപുത്ര. ഹിമാലയൻ നദികളിൽ പുരുഷനാമധേയം, അതായത് എന്താ പറയുക, മെയിൽ ആയിട്ടുള്ള നദി ഏതാണ്? ബ്രഹ്മപുത്രയാണ്. മജൂലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്ര. മജൂലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര. പശ്ചിമ തീര സമതലത്തിൻ്റെ മധ്യഭാഗം കൊങ്കൺ തീരം. 55-ാമത്തേത്, ഈ 54 നമുക്ക് ആ ചോദ്യം ഒഴിവാക്കാം, ഒന്ന് നോക്കിയിട്ട് പറയാം. 55, ചുണ്ണാമ്പ് കല്ല് ഗുഹകൾ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീർ. അല്ലെങ്കിൽ ആ ചോദ്യത്തിന് ഇപ്പോൾ ഒരു തിരുത്തുണ്ട്, ചുണ്ണാമ്പ് കല്ല് ഗുഹകൾ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീരാണ്. ജമ്മു കാശ്മീർ. ചുണ്ണാമ്പ് കല്ല് ഗുഹകൾ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീരാണ്. കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആസാമാണ്. കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദിയാണ്. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ നദിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരി. സിംല, ഡാർജിലിംഗ് തുടങ്ങിയ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തരപർവ്വ മേഖലയിലെ ഏത് മലനിരയിലാണ്? ഹിമാചലിലാണ്. സിംല, ഡാർജിലിംഗ് തുടങ്ങിയ പ്രധാന സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തരപർവ്വ മേഖലയിലെ ഏത് മലനിരയിലാണ്? ഹിമാചലിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ചിൽക്കയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്കയാണ്. ഇതിൽ പ്രത്യേകിച്ച് സ്പെസിഫിക്കേഷൻ ചോദിച്ചിട്ടില്ല, സോൾട്ട് വാട്ടർ ആണോ, എന്താ പറയുക, ശുദ്ധജല തടാകമാണോ, അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകമാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട ശിവനാഥ് പുഴ ഏത് സംസ്ഥാനത്താണ്? ഇത് ഓൾറെഡി മുമ്പ് ചോദിച്ചത് എന്താണ്, ഏതാണ് സ്വകാര്യവൽക്കരിക്കപ്പെട്ട പുഴ എന്നാണ്. ശിവനാഥ് പുഴ ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡ്. ഏറ്റവും കൂടുതൽ പോഷക നദിയുള്ള ഇന്ത്യൻ നദി ഏതാണ്? ഗംഗയാണ്. ഏറ്റവും കൂടുതൽ പോഷക നദിയുള്ള ഇന്ത്യൻ നദി എന്ന് പറയുന്നത് ഗംഗയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? പനാജിയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സ്ഥിതി ചെയ്യുന്ന സ്ഥലം പനാജി. 64-ാമത്തെ ചോദ്യം, ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? കർണാടകയിലാണ് അല്ലേ. നോർത്ത് കേരളീയത്തിനൊക്കെ ഈ പറഞ്ഞ ബാംഗ്ലൂരൊക്കെ പോകുന്നവർക്ക് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. 65, സൂര്യക്ഷേത്ര സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. 66-ാമത്തെ ചോദ്യം, 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. മുംബൈ. 67, വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് റാഞ്ചിയാണ്. ജാർഖണ്ഡ്. വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് റാഞ്ചിയാണ്. ഗംഗ, യമുന നദികളുടെ സംഗമ സ്ഥലം അലഹബാദാണ്. അലഹബാദ്. ചോദ്യത്തിനും ഓപ്ഷൻസിനും അനുസരിച്ചിട്ടാണ്. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്നത് പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്നത് പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ അല്ലേ. 70-ാമത് ചോദ്യം, നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ഏതാണ്? നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി സർവേ ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിൽ എത്ര സമയ മേഖലകളുണ്ട്? 1 അല്ലേ. ഒറ്റയൊന്നേ ഉള്ളൂ. നോർത്ത് ഈസ്റ്റിലിപ്പം, അതായത് ഇപ്പം അവിടെ നോർത്ത് ഈസ്റ്റിലെ ഇപ്പോൾ ആസാമിൽ ഏതാണ് സമയം? ഒരേ സമയമല്ലേ. ഇന്ത്യയിൽ ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലും ഇപ്പോൾ ഗുജറാത്തിൽ വെസ്റ്റേൺ മോസ്റ്റ് ഗുജറാത്തിലും നോർത്ത് ഈസ്റ്റിലെ ആസാമും തമ്മിൽ സമയത്തിന് വ്യത്യാസമില്ല അല്ലേ. ടൈം സോണുകൾ 2 അപ്പോൾ ചില രാജ്യങ്ങളിലുണ്ട്. ഇപ്പോൾ റഷ്യയിലുണ്ട് ടൈം സോണുകൾ, ഒരുപാട് ടൈം സോണുകളുണ്ട്. ഇവിടെ ഇല്ല. ഇവിടെ ഇന്ത്യയിൽ ഒറ്റയൊരു ടൈം സോൺ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ സമയ മേഖല എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ഇന്ത്യയിൽ 2 ആക്കണം എന്നുള്ള പോലെ പണ്ടൊരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു. കാരണം അപ്പോൾ ആസാം പോലുള്ള സ്ഥലങ്ങളിൽ നോർത്ത് ഈസ്റ്റിൽ ഈ പറയുന്നത് സമയത്തിൻ്റെ ഏകോപനത്തിന് വേണ്ടിയിട്ടൊക്കെ 2 ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്കഷൻ 2-3 വർഷം മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ എത്ര സമയമേഖലയുള്ളത്? ഒന്നേ ഉള്ളൂ. 72, ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടാണ്. അഗസ്ത്യാർകൂടം. ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് ആരാണ്? മെർക്കാറ്ററാണ്. മെർക്കാറ്റർ. സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഭൂപടങ്ങളുടെ പേരെന്താണ്? ധരാതലീയ ഭൂപടങ്ങൾ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂണിലാണ് അല്ലേ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂണിലാണ്.
വിന്ധ്യ പർവ്വതത്തിന് തൊട്ട് തെക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? സത്പുര. വിന്ധ്യ പർവ്വതത്തിന് തൊട്ട് തെക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര സത്പുരയാണ്. 77 ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാതകം മാംഗോ ഷവർ. അതും നമുക്ക് ക്യാൻസൽ ചെയ്യാം, കാരണം പ്രാദേശിക വാതകം എന്ന് പറയുന്നതിലൊരു ചെറിയ കൺഫ്യൂഷൻ. 77ാമത്തെ ചോദ്യം നമുക്ക് പിന്നീട് നോക്കാം. ഡക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ്? കറുത്ത മണ്ണ്, ബ്ലാക്ക് സോയിൽ. ഡക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? കറുത്ത മണ്ണാണ്, ബ്ലാക്ക് സോയിൽ. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? അതും ബ്ലാക്ക് സോയിലാണ്. അതുകൊണ്ടാണ് പരുത്തി മണ്ണ് എന്ന് പറയുന്നത് അല്ലേ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണാണ്. ഇതിൽ പാലക്കാടാണ്, കേരളത്തിൽ പാലക്കാടാണ് ഈ പറയുന്ന കറുത്ത മണ്ണ് കാണാൻ സാധിക്കുന്നത്. ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? കൊൽക്കത്തയാണ്. ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം കൊൽക്കത്ത. ശ്രീരംഗപട്ടണം ഏത് നദിയുടെ തീരത്താണ്? കാവേരി. ശ്രീരംഗപട്ടണം നമുക്ക് ഒരുപാട് സന്ധികളുണ്ട് അല്ലെ, ട്രീറ്റികളുണ്ട്. ഇപ്പോൾ 3ാമത്തെ ആംഗ്ലോ മൈസൂർ വാറിന് ശേഷം ഒപ്പുവെച്ച സന്ധി ഏതാണ്? ശ്രീരംഗപട്ടണം സന്ധിയല്ലേ. ഇപ്പോൾ ശ്രീരംഗപട്ടണം എന്നത് ഏത് നദിയുടെ തീരത്താണ്? കാവേരി. അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര, അറബിക്കടലിന് പാരലായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? വെസ്റ്റേൺ ഗട്ട്സ് ആണ്, പശ്ചിമഘട്ടമാണ് അല്ലേ. അറേബ്യൻ സമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും ഒന്നിച്ചു ചേരുന്ന സ്ഥലമാണ് കന്യാകുമാരി. അറേബ്യൻ സമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും, ബേ ഓഫ് ബംഗാൾ, അറേബ്യൻ സീ, ഇന്ത്യൻ ഓഷ്യൻ, ഇതൊക്കെ ഒരുമിക്കുന്നത് കന്യാകുമാരിയിലെ. കാണ്ട്ല തുറമുഖം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തുറമുഖമാണ്. കാണ്ട്ല തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. കാണ്ട്ല, ഗുജറാത്ത്. ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം, ബംഗ്ലാദേശിലേക്ക് ആ ഏരിയയിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ത്രിപുര. 86ാമത്തെ ചോദ്യം. ഇന്ത്യയുടെയും ചൈനയുടെയും വേർതിരിക്കുന്ന രേഖ ഏതാണ്? മറ്റേ ബൗണ്ടറി രേഖ ഏതാണ്? മക്മോഹൻ ലൈനാണ്. മക്മോഹൻ, ഇന്ത്യ ചൈന അല്ലേ. ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്ന കടലെടുക്ക് സ്ട്രെയിറ്റ് ഏതാണ്? പാക് കടലെടുക്കാണ്. പാക് സ്ട്രെയിറ്റ് ആണ് ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്ന കടലെടുക്ക്. ഇന്ത്യ ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യ ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണ്ണയിക്കാൻ ബൗണ്ടറി കമ്മീഷൻ നിയമിച്ച വ്യക്തി ആരാണ്? അല്ലെങ്കിൽ ആ സമയത്തെ ഗവർണർ ജനറൽ ലോർഡ് മൗണ്ട് ബാറ്റൺ ആണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി നിർണ്ണയിക്കാൻ ബൗണ്ടറി കമ്മീഷൻ നിയമിച്ചത് ലോർഡ് മൗണ്ട്. എന്താണ് കമ്മീഷൻ്റെ പേരെന്താണ്? റാഡ്ക്ലിഫ് കമ്മീഷൻ അല്ലേ, റാഡ്ക്ലിഫ്. 90 കൂടംകുളം ആണവ നിലയവുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? റഷ്യയാണ് അല്ലേ. കൂടംകുളം ആണവ നിലയവുമായിട്ട് സഹകരിക്കുന്ന രാജ്യം റഷ്യ. കൈഗ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലാണ്. കൈഗ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലാണ്. ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ട്രോംബെ, മുംബൈയിലാണ്. 93ാമത്തെ ചോദ്യം. കൂടംകുളം ആണവ വൈദ്യുത നിലയം തമിഴ്നാട്ടിലെ ഏത് ജില്ലയിലാണ്? തിരുനെൽവേലിയിലാണ്. കൂടംകുളം ആണവ വൈദ്യുത നിലയം തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലാണ്. 94 താൽച്ചർ താപ വൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ് താൽച്ചർ താപ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. 95ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി എവിടെയാണ്? മുംബൈ ഹൈയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി എന്ന് പറയുന്നത്. 96ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ പ്രവർത്തിക്കുന്നത് കൽപ്പാക്കമാണ്. ഇന്ത്യയുടെ ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ എവിടെയാണ്? കൽപ്പാക്കത്താണ്. 97ാമത്തെ ചോദ്യം. കോർബ താപ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. കോർബ താപ വൈദ്യുത നിലയം ഛത്തീസ്ഗഡിലാണ്. കക്രപ്പാറ ആണവ വൈദ്യുത നിലയം എവിടെയാണ്? ഗുജറാത്തിലാണ്. കക്രപ്പാറ, ഗുജറാത്ത്. ചോദിച്ച ചോദ്യമാണ്. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. 99ാമത്തെ ചോദ്യം. പിൻകോഡ് സമ്പ്രദായം നടപ്പിലാക്കിയ വർഷം? 1972. 51 വർഷമായില്ലേ ഇപ്പോൾ. അങ്ങനെയാണെങ്കിൽ പിൻകോഡ് സമ്പ്രദായം നടപ്പിലാക്കിയ വർഷം 1972ആണ്. 100ാമത്തെ ചോദ്യം. നാഷണൽ വാട്ടർവേ 1 ദേശീയ ജലപാത 1 ഏത് നദിയിലൂടെയാണ് ചെയ്തിരിക്കുന്നത്? എവിടെയാണ്? ഗംഗയിലാണല്ലേ. അപ്പോൾ നമ്മൾ 100 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്കിത് യൂസ്ഫുള്ളാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജോഗ്രഫി പോലൊരു സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളെന്ന് പറയുന്നത് കുറേ ടോപ്പിക്സ് ഫെമിലറൈസ് ചെയ്യാനും ചില ടോപ്പിക്സ് പ്രിപ്പയർ ചെയ്യാൻ, നമുക്കറിയാത്ത ടോപ്പിക്സ് പ്രിപ്പയർ ചെയ്യാനും ഉള്ളൊരു അവസരമാണ്. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ നോക്കുക, അതിൻ്റെ പാറ്റേൺ നോക്കുക. മാത്രമല്ല ഇപ്പോൾ സ്ട്രൈറ്റ് ഫോർവേഡ് ചോദ്യങ്ങളാണെങ്കിലും നമുക്കറിയാത്തത് നമുക്ക് ഫെമിലറൈസ് ചെയ്യാനുള്ളൊരു അവസരമാണ്. അതിനനുസരിച്ച് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും കണ്ടൻറ്റും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ കുറേ കൂടെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.